കാര്യങ്ങളാണ്. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, പിന്നെ അൽ ഇൻഖിയാദു ലഹു ബിത്താഅ വൽ ബറാഅതു മിനശ് ശിർകി വഅഹ്ലിഹി. ഇതെല്ലാം എഴുതിയതല്ലേ? അത് ഓർമ്മയില്ലേ? അതിലുണ്ട്, അതിലുണ്ടാവും. അതിലുണ്ടായിട്ട് കാര്യമില്ല, പഠിക്കണം. അങ്ങനെ ശരിയാവില്ല. പഠിക്കണം. അല്ലെങ്കിൽ നമ്മള് വെറുതെ ഇരുന്നിട്ട് പോകുന്ന പോലെ ആയിപ്പോലെ. എന്താ ഇസ്തിസ്ലാം എന്ന് പറഞ്ഞാൽ? ജപ എന്താ ഇസ്തിസ്ലാമിന്റെ അർത്ഥം? ഓഹോ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവായിട്ടാ അതല്ല പഠിക്കാത്തോണ്ടാ? പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കൊണ്ടേ ഇസ്തിസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ആബ്സെന്റ് എന്താ ഇസ്തിസ്ലാം എന്ന് പറഞ്ഞാല്? അൽ ഇസ്തിസ്ലാം എന്ന് പറഞ്ഞാൽ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സറണ്ടർ ആക്കുക. അള്ളാന്റെ മുമ്പിൽ നമ്മളെ സറണ്ടർ ചെയ്യുക, അടിമയാവുക. ബിത്തൗഹീദ് എന്ന് പറഞ്ഞാലോ? തൗഹീദോടുകൂടെ. അപ്പൊ മുവഹിദായി അള്ളാന്റെ മുമ്പിൽ അടിയറവ് പറയുക. അതായത് അള്ളാഹു എന്ത് പറഞ്ഞാലും അനുസരിക്കുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. അതാണ് അൽ ഇസ്തിസ്ലാം. ഓനെ മുസ്ലിം എന്ന് പറയുള്ളൂ. തൗഹീദ് എത്ര വിഭാഗമുണ്ട്? ഏതൊക്കെ? റുബൂബിയ എന്ന് പറഞ്ഞാൽ എന്താ? ഏകനാണെന്ന് വിശ്വസിക്കലല്ല. എന്തിൽ ഏകനാണെന്ന് വിശ്വസിക്കൽ? ഖാലിഖും മാലിക്കും മുദബ്ബിറും അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആകുന്നു റബ്ബ് എന്ന് വിശ്വസിക്കാം. അള്ളാഹു മാത്രമേ റബ്ബ് ആയിട്ടുള്ളൂ. അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് പറയാനുള്ള കാരണമാണ് എന്ത്? അവൻ ഖാലിഖും മാലിക്കും മുദബ്ബിറും ആയിട്ടുള്ളവനാണ്. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ എന്താ? അവന് മാത്രം ഇബാദത്ത് ചെയ്യൽ. അതായത് നമ്മൾ ആരെയാണോ നമ്മൾ റബ്ബായി അംഗീകരിച്ചത് അവന് മാത്രം ഇബാദത്ത് ചെയ്യൽ. മിഷാൽ എവിടെ പോയതാ? പള്ളിയിലൊന്നും കണ്ടിട്ടല്ലോ. ഹോസ്പിറ്റലില. ആർക്ക് മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്യാവൂ? കാരണം റബ്ബാണ്. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് മാത്രം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും ഇബാദത്ത് ചെയ്യണമെങ്കിൽ അവരാരാവണം? റബ്ബാവണം. റബ്ബാകണമെങ്കിൽ അവരാവണം ഖാലിഖോ മാലിക്കും മുദബ്ബിറോ ഒക്കെ ആവണം. അങ്ങനെ ആരുമില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ ചെയ്യൂ. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇലാഹാവുക എന്നതിന്റെ അർത്ഥം. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ. ആർക്കാണോ നമ്മൾ നമ്മളുടെ ഇബാദത്ത് നൽകേണ്ടത് അവര് പറയുന്ന പേരാണ് ഇലാഹ്. ആ വാക്ക് വെച്ചിട്ടാണ് നമ്മൾ കലിമ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലായോ? മൂന്നാമത്തേത് എന്താ? തൗഹീദ്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ സംബന്ധിച്ച് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അവനെ സംബന്ധിച്ച് ഖുർആനിലൂടെ പറഞ്ഞതോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചതോ ആയ അവന്റെ എല്ലാ ഇസ്മുകളും സിഫത്തുകളും അങ്ങനെ തന്നെ അംഗീകരിക്കൽ. അതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒന്നുകിൽ അള്ളാഹു എനിക്ക് ഇന്ന പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുർആനിലൂടെ നമുക്ക് കേറിച്ച് അൽ അലീമു
പിന്നെയോ അൽ ബസീർ. ഇതൊക്കെ അള്ളാന്റെ പേരുകളാണ്. ഇതൊക്കെ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന അള്ളാന്റെ പേരാണ്. ഖുർആനിൽ ഇല്ലാത്ത ചില പേരുകളുണ്ട്. അത് നമുക്ക് എങ്ങനെ കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. അപ്പൊ അള്ളാഹു ഖുർആനിലൂടെ പറയുകയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിക്കുകയോ ചെയ്ത അള്ളാഹുവിന്റെ എല്ലാ പേരുകളും എല്ലാ വിശേഷണങ്ങളും ആ പറഞ്ഞ പോലെ വിശ്വസിക്കുക. പിന്നെന്ത് ചെയ്യരുത്? നമ്മളതിനെ വ്യാഖ്യാനിക്കുക മീൻസ് ലോജിക്ക് അനുസരിച്ച് അതിന്റെ അർത്ഥങ്ങൾ മാറ്റുക, നമുക്ക് ഇഷ്ടമുള്ള അർത്ഥം പറയുക. ഇതൊന്നും അതിന് പറ്റൂല. അള്ളാഹു എന്തു പറഞ്ഞോ അങ്ങനെ. അള്ളാഹുക്ക് കയ്യുണ്ടെന്ന് അള്ളാഹു പറഞ്ഞാൽ കയ്യുണ്ട്, അത്ര. അതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അടിയറവ് പറയുന്ന പേരാണ് അൽ ഇസ്ലാം. പുതിയാപ്പിളിന് എത്ര നേരെ കാത്തിരിക്കുന്നു? ഉപ്പാക്കെന്താ? മനസ്സിലായോ? അവിടെ ഇവരൊന്നും പഠിച്ചിട്ടാ പുതിയാപ്പിളയോ? സംഭവം മനസ്സിലായല്ലോ. ഇതെന്നെ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, കുറെ അങ്ങോട്ട് പോകാനുണ്ട്. അപ്പൊ ഇതാണ് തൗഹീദ്. അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് അവന്റെ മുമ്പിൽ അടിയറവ് പറയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. ഒരാള് തൗഹീദ് ഇല്ലാതെ അള്ളാഹു പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിച്ചാൽ മുസ്ലിം ആവോ ഇല്ലയോ? ഇല്ല. കാരണം അനുസരിക്കൽ കൊണ്ടായില്ല. പിന്നെന്ത് വേണം? തൗഹീദോടുകൂടി ആവണം. ഒരാൾക്ക് തൗഹീദ് ഉണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനകളൊന്നും അനുസരിക്കുന്നില്ല, മുസ്ലിം ആവോ? ആവൂല. തൗഹീദ് മാത്രം പോരാ, പിന്നെന്ത് വേണം? ഇസ്തിസ്ലാമ് വേണം. അവൻ പറഞ്ഞ കാര്യം അനുസരിക്കണം. മനസ്സിലായോ? ഒരാൾക്ക് തൗഹീദുർ റുബൂബിയ്യത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഖാലിഖും മാലിക്കും മുദബ്ബറുമായിട്ട് ആരെന്നെയാ വിശ്വസിക്കുന്നത്? അള്ളാഹനെ തന്നെ. എന്നിട്ട് എല്ലാ അനുസരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ തൗഹീദുൽ ഉലൂഹിയ്യത്തോ തൗഹീദുൽ അസ്മാഇ വസിഫാത്തോ ഇല്ല. മുസ്ലിം ആവോ? ഇല്ല. കാരണം അള്ളാഹെ റബ്ബായിട്ട് അംഗീകരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെന്ത് വേണം? ആ റബ്ബിന് ഇബാദത്ത് കൂടി ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ല? ഒരാള് തൗഹീദുർ റുബൂബിയ്യത്ത് അംഗീകരിച്ചു, എന്റെ ഖാലിഖും മാലിക്കും മുദബ്ബറും ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. തൗഹീദുൽ ഉലൂഹിയ്യത്തും ഉണ്ട് അയാൾക്ക്. അതുകൊണ്ട് അയാൾ ആർക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ? ആരോടേ ദുആ ചെയ്യൂ, ആരോടേ സഹായം തേടൂ. പക്ഷെ അള്ളാന്റെ ഇസ്മുകളെയും സിഫത്തുകളെയും അയാൾ വ്യാഖ്യാനിക്കും. മുസ്ലിം ആവുമോ? ഇല്ല. അപ്പൊ ഇതെല്ലാം ചേർന്ന് വരണം. ഇതെല്ലാം ചേർന്ന ഒരാൾക്ക് മാത്രമേ എന്ത് പറയാൻ പറ്റൂ? മുസ്ലിം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നിന്റെ ഓട് മരിച്ചു പോയാ? മരിച്ചിനാ? എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു? ഇസ്ലാമിന് മെമ്പർഷിപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ ആ മെമ്പർഷിപ്പ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈസി പരിപാടിയല്ല. ഇതെല്ലാം ശ്രദ്ധിക്കണം. മനസ്സിലായോ? അങ്ങനെ പക്കാ മുവഹിദായ അനുസരണയുള്ള ഒരടിമക്ക് പറയുന്ന പേരാണ് മുസ്ലിം. അതാണ് ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. ഇനി തൗഹീദിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദ് ഏതാണ്? തൗഹീദുൽ ഉലൂഹിയ്യ. എന്തുകൊണ്ടാന്ന് വെച്ചാല് അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ നിഷേധിക്കുന്നവർ അന്ന് മക്കത്ത് ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ മക്കത്തുണ്ടായിരുന്ന അന്നത്തെ കാഫിരീങ്ങളോട് മുശ്രിക്കീങ്ങളോട് നിന്നെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? അള്ളാഹു ആണെന്ന് തന്നെ പറയും. ആരാണ് നിനക്ക് റിസ്ക് തരുന്നത്? അവരെന്ത് പറയും? അള്ളാഹുവാണ്. ആകാശം സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹുവാണ്. സൂര്യനെ ഉദിപ്പിക്കുന്നതും അസ്തമിപ്പിക്കുന്നതും ആരാണ്? അവരൊക്കെ എന്തു പറയും? അള്ളാഹുവാണ്. അപ്പൊ അതിനവർക്കൊരു തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് അവരോട് നിങ്ങളെ റബ്ബായിട്ട് അള്ളാഹനെ മാത്രം അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഖുറൈശികൾക്ക് എന്തില്ല? വിഷയമില്ല, പ്രശ്നമില്ല. അവരതിൽ ഓക്കെയാണ്, അവരങ്ങനെ പറയുന്ന ആൾക്കാരാണ്. പക്ഷെ പ്രശ്നമുള്ളത് എവിടെയാ? അതുകൊണ്ട്
നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം, അഥവാ തൗഹീദുൽ ഉലൂഹിയ, അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അവരെന്തു പറഞ്ഞു? അത് പറ്റൂല, മറിച്ച് അവർ അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കും, അല്ലാത്തവരെയും വിളിക്കും, അല്ലാത്തവരോടും സഹായം തേടും. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം ചെയ്ത മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞവരാണോ, നിഷേധിച്ചവരാണോ, അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞവരാണോ, അള്ളാഹിനെ വിശ്വസിക്കൂല എന്ന് പറഞ്ഞവരാണോ? അള്ളാഹു ഉണ്ട്, അള്ളാഹെ തന്നെ വിശ്വസിക്കുന്നു, അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് മാലിക്, അള്ളാഹുവാണ് മുദബ്ബിർ, അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യണം, അതിലാണ് കാര്യം. അപ്പൊ തൗഹീദിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദുൽ ഉലൂഹിയ. ആ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കുകളും തമ്മിൽ യുദ്ധം വരെ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായോ? മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് തൗഹീദുൽ ഉലൂഹിയ അംഗീകരിക്കാനുണ്ടായ പ്രയാസം എന്താണ്? അല്ലെങ്കിൽ എന്ത് കാരണം പറഞ്ഞിട്ടാണ് അവര് അള്ളാഹു അല്ലാത്തവരെ വിളിക്കാം, സഹായം തേടാം, കാവൽ തേടാം എന്ന് വിശ്വസിച്ചത്? രണ്ട് കാരണങ്ങൾ പറഞ്ഞിട്ടാണ്. അതിൽ ഒന്നാമത്തെ കാരണം നോട്ട് ചെയ്തോ, സൂറത്തു സുമർ ആയത്തെല്ലാം എഴുതുന്നല്ലാണ്ട് പഠിക്കുന്നുണ്ടാ? നോക്കട്ടെ, ഇതൊന്നും കഴിയട്ടെ. ആരും പഠിക്കുന്നില്ലെങ്കിൽ ക്ലാസ് നിർത്തും ഞാൻ കേട്ടോ. സൂറത്തു സുമർ എത്രാമത്തെ ആയത്ത്? എത്രാമത്തെ സൂറത്താ? 39 ആണോ? ആ, എത്രാമത്തെ ആയത്ത്? 3-ാമത്തെ ആയത്ത്. സൂറത്തു സുമറിന്റെ 3-ാമത്തെ ആയത്ത്. സൂറത്തു സുമറിന്റെ 3-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ? സൂറത്തു സുമറിന്റെ 3-ാമത്തെ ആയത്ത്. ആയത്തും എഴുതണം, അതിന്റെ അർത്ഥവും എഴുതണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മക്കത്തെ മുശ്രിക്കുകള് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് തേടുകയും അവരോട് സഹായം തേടുകയും അവരോട് ദുആ ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോ അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന കാരണം അള്ളാഹു പറയാൻ. നിങ്ങൾ എന്തിനാ അങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നത് ചോദിച്ചാൽ അവർ പറയും, നമ്മൾ ചോദിക്കുന്നത് മഹാന്മാരായ ആളുകളോടാണ്, മഹാന്മാരായ ആൾക്കാരോടാണ്. ഈ മഹാന്മാരായ ആളുകൾക്ക് അള്ളാഹു കൊടുത്ത കഴിവുകളുണ്ട്. അപ്പൊ അവരെ ഇടയാളന്മാരാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരോട് ചോദിക്കുന്നത്. എന്തിന്? അവർ നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ. അപ്പൊ അള്ളാഹുവിനെ അവരെന്ത് ചെയ്തിട്ടില്ല? നിഷേധിച്ചിട്ടില്ല. അള്ളാഹ് ഇല്ലാതൊന്നും പറയുന്നില്ല. പക്ഷെ അവരെ വാദം വെച്ചാല് ആ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കണമെങ്കിൽ ആര് വേണം? ഈ മഹാന്മാര് വേണം. മഹാന്മാർ മീൻസ് ഔലിയാക്കളും സാലിഹീങ്ങളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, ശുഹദാക്കള്, അവര് വേണം. അവർ നമ്മളുടെ ഇടയാളന്മാരാണ്. ഉദാഹരണത്തിന് മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന ഒരാള്, മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന ഒരാള് മൊഹീദ്ദീൻ ശൈഖിനെ അള്ളാഹുവായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. മൊഹീദ്ദീൻ ശൈഖിനെ റബ്ബാന്ന് പറയുന്നുണ്ടോ? ഇല്ല. അവൻ അള്ളാഹുവായി വിശ്വസിക്കുന്ന ആരെ തന്നെയാ? യഥാർത്ഥ അള്ളാഹിനെ തന്നെയാണ്. പക്ഷെ അവര് മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നെന്തിനാ? അള്ളാന്റെയും ഇവരുടെയും ഇടയിലുള്ള മീഡിയേറ്റർ ആയിട്ടാണ്. അങ്ങനെയാണ് ആരും ചെയ്തത്? ഖുറൈശികളും ചെയ്തത്. അങ്ങനെയാണ് ഖുറൈശികൾക്ക് തൗഹീദുൽ ഉലൂഹിയ്യത്ത് തെറ്റിയത് എന്നാണ് അള്ളാഹു ഈ ആയത്തില് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇന്ന് ദുനിയാവിൽ ഈ വാദം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഏത് വാദം? അള്ളാഹു അല്ലാത്ത ഔലിയാക്കളും മഹത്തുക്കളും സാലിഹീങ്ങളും ഒക്കെ അവര് മരിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള മീഡിയേറ്റർമാരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് ദുആ ചെയ്താൽ, അവരോട് സഹായം തേടിയാൽ, അവരിൽ തവക്കുൽ ചെയ്താൽ അവർ മക്കത്തെ മുശ്രിക്ക് എന്താണോ അത് തന്നെയാണ് അവരും എന്ന് പറഞ്ഞാൽ അവര് മുസ്ലിം ആവൂല. അപ്പൊ നമ്മൾ ചോദിക്കുമല്ല, അവർ അള്ളാഹ് ഇല്ല എന്ന് പറയുന്നില്ലല്ലോ,
അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നില്ലല്ലോ, തള്ളിക്കളയുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ പറയും അതെ, മക്കത്തെ മുശ്രിക്കീങ്ങൾക്കും തൗഹീദുർ റുബൂബിയ്യത്ത് ഓക്കെയായിരുന്നു. പക്ഷെ എവിടെയാ പ്രശ്നം സംഭവിച്ചത്? ഇസ്ലാമിൽ നിന്ന് പുറത്താവാനുള്ള കാരണമുണ്ടായത് തൗഹീദുൽ ഉലൂഹിയയിലാണ്. അതിനെന്താ കാരണം? അവർ വേറെ അള്ളാഹ് ഉണ്ടാക്കിയോ? ഇല്ല. മറിച്ച് അവരുടെയും അള്ളാന്റെയും ഇടയിൽ അവർ ആരെ വെച്ചു? ഔലിയാക്കളെയും മറ്റും മീഡിയേറ്റർമാരെ വെച്ചു. മനസ്സിലായോ? എന്നിട്ട് അവരോട് എന്ത് ചെയ്തു? ദുആ ചെയ്തു. അതാണ് അവർ പുറത്താവാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എഴുതിക്കോ. സൂറത്ത് യൂനുസ് 18-ാമത്തെ ആയത്ത്. സൂറ യൂനുസ് എത്രാമത്തെ സൂറത്താ? സൂറത്ത് യൂനുസ് നോക്കിട്ട് പറഞ്ഞാൽ മതി. എത്ര? 10-ാമത്തെ സൂറത്താ? 19-ാമത്തെ ആയത്ത്. 19 അല്ല, 18-ാമത്തെ ആയത്ത്. 18 മീൻസ് നിങ്ങൾ എന്താ പറയല്? പോയിനട്ട്, വാൾനട്ട് എന്നെല്ലാം കേട്ടിട്ടുണ്ട്. പോയിനട്ട് ആദ്യം കേൾക്കുന്നത്. 18. അതിൽ അല്ലാഹു എന്താ പറയുന്നറിയോ? നിന്റെ പേരെന്താ? നിന്റെ ഹബീബ്. പിന്നെ അള്ളാഹു പറയാണ്, അവർ അള്ളാഹുവിന് പുറമെ, അള്ളാഹ്ക്ക് പുറമെ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ തള്ളിക്കളഞ്ഞിട്ടല്ല, അള്ളാഹു ഓൾറെഡി അവർക്കുണ്ട്. കാരണം അവർ തൗഹീദുർ റുബൂബിയ്യത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹ്ക്ക് പുറമെ ചില ആൾക്കാരെ അവർ വിളിക്കുന്നു. മുരീദ് ശൈഖിനെ വിളിക്കുന്ന പോലെ, മറ്റു ഔലിയാക്കളൊക്കെ വിളിക്കുന്ന പോലെ. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവരാവട്ടെ എന്തെങ്കിലും ഉപകാരം ചെയ്യുമോ? അള്ളാഹു അല്ലാത്തവർ ഇല്ല. എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുവോ? അതുമില്ല. പക്ഷെ എന്നാലും അവർ വിളിക്കുന്നു. എന്നിട്ട് എന്തു പറയുന്നു എന്നറിയോ? ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. നമ്മൾ എന്തിനാ ഇവരെ വിളിക്കുന്നത്? മുരീദ് ശൈഖ് അള്ളാഹു ആയിട്ടാണോ? അല്ല. പിന്നെ ആരാ? അല്ല, വേറെ ആരെയാ വിളിക്കുന്ന ആൾക്കാർ ആരാണ്? അല്ല, മരിക്കണത്ര വെച്ചാലും മനസ്സിലായല്ലേ? പിന്നെ അജ്മീർ ഖോജ, മൊഹീനുദ്ദീൻ ചിശ്തി, ഖാജാജി, CM. ഇപ്പോഴത്തെ കാലത്ത്, അന്ന് ലാത്ത, ഉസ്സ, മനാത്ത, ഹുബല് പോലെയുള്ള ഔലിയാക്കൾ. അപ്പൊ ഇവര് നമുക്ക് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നവരാണ്. നമ്മളിപ്പോ അവരെ വിളിച്ചാൽ അവർ അള്ളാഹിന്റെ അടുത്ത് പോയിട്ട് എന്ത് പറയും? ഇന്ന ആൾക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, നീ ഒന്ന് മാറ്റി കൊടുക്കണം എന്ന് പറയുന്ന ശുപാർശകനാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് എന്ത് സംഭവിച്ചത്? തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ തെറ്റ് സംഭവിച്ചത്. അങ്ങനെ അള്ളാഹിന്റെ ഇടയിലല്ല, ആരുമില്ല, ശുപാർശകരും ഇല്ല, അടയാളന്മാരും ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇന്നിപ്പോഴും ആരെങ്കിലും ഒരാള് ആ ഒരു വിശ്വാസത്തോടെ ഇവരൊക്കെ മഹാന്മാരാണ്, ഇവരൊക്കെ അള്ളാഹിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് വേണ്ടി ശഫാഅത്ത്, ശുപാർശ പറയും എന്ന വിശ്വാസത്തോടു കൂടി വിളിച്ചാൽ, മക്കത്തെ മുശ്രിക്കിന് തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ എന്താണോ സംഭവിച്ചത് അത് ഇന്നും സംഭവിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ തൗഹീദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കത്തെ മുശ്രിക്കീങ്ങളും തമ്മിൽ പ്രശ്നമുണ്ടായത്, ഭിന്നിച്ചത്, യുദ്ധമുണ്ടായത്. സംഭവം തിരിഞ്ഞോ? തൗഹീദുൽ ഉലൂഹിയ്യത്ത് ഒരാള് ശരിയാകണമെങ്കിൽ അയാൾക്ക് എന്ത് ആവശ്യമാണ്? തൗഹീദുർ റുബൂബിയ്യത്ത് ആവശ്യമാണ്. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? കാരണം അള്ളാഹുവിന്റെ റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഖാലിഖും മാലിക്കും മുദബ്ബിറുമായ അള്ളാഹിനെ അറിയലാണ്. ഖാലിഖായി, മുദബ്ബിറായി, മാലിക്കായി ഒരുത്തൻ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ
ഓൻ അള്ളാഹു അല്ലാത്തോട് ചോദിക്കാൻ നിൽക്കൂല. മനസ്സിലായോ? അപ്പൊ ആദ്യം വേണ്ടത് തൗഹീദുർ റുബൂബിയ്യത്താണ്. അള്ളാഹ് അറിയണം. അത് മനസ്സിലായി കഴിയുമ്പം ആ അടിമ ഓട്ടോമാറ്റിക്കലി എന്താവും? തൗഹീദുൽ ഉലൂഹിയത്തിന്റെ ആളാവും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ലോകത്ത് വന്ന നബിമാര് മുഴുവനും അവരുടെ ജനതയോട് പറഞ്ഞ തൗഹീദ് എന്തായിരുന്നു? റുബൂബിയ്യത്താണോ ഉലൂഹിയത്താണോ അസ്മാഉ സിഫാത്താണോ? ഉലൂഹിയത്താണ്. കാരണം അള്ളാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിക്കാത്തൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്നല്ല, ഒരു ജീവി പോലും ഉണ്ടാവില്ല. അതൊരു പ്രകൃതി വിശ്വാസമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഏത് മനുഷ്യന്റെ ബുദ്ധിയും റബ്ബായിട്ട് ആരേ പറയുള്ളൂ? അള്ളാഹു എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല എന്ന് പറയുന്നവനും ചിലപ്പം ദൈവികമായിട്ടുള്ള എന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ എങ്ങോട്ട് നോക്കും? മുന്നോട്ട് നോക്കും. മുള്ളാരുള്ളവന്റെ ഉപ്പ ആരാള് അതുകൊണ്ടാണ് നോക്കി പോകുന്നത്. എന്തെങ്കിലും നമ്മള് അള്ളാഹു അല്ലാത്ത ഒരാളെ റബ്ബായി കാണുന്ന ആളെന്ന് വെച്ചോ, അള്ളാഹു അല്ലാത്ത ഒരാളെ ഖാലിഖായോ മാലിക്കായോ മുദബ്ബിറായിട്ടോ ഒക്കെ കാണുന്ന ആളാണെങ്കിലും ദൈവത്തെ പറ്റി പറയുമ്പം കൈ നീട്ടുമ്പോ എങ്ങനെ കിട്ടുക? ഇങ്ങനെ ദുആ ചെയ്ത് പ്രാർത്ഥിക്കല്, പിന്നെ ഇങ്ങനെ പറയും ദൈവം ഇല്ലാതെ പറയുന്നവരും അങ്ങനെ തന്നെ പറയാ. അതെന്തുകൊണ്ടാ? മനുഷ്യന്റെ പ്രകൃതി തന്നെ അള്ളാന്റെ റുബൂബിയത്ത് അംഗീകരിച്ച പ്രകൃതിയാണ്. നിഷേധിക്ക തള്ളിക്കളയാൻ കഴിയൂല. അതുകൊണ്ടാണ് റുബൂബിയത്തിനെ തള്ളിക്കളയുന്നവരെ നിഷേധികൾ എന്ന് പറയുന്നത്. നിഷേധി മീൻസ് എന്റെ കയ്യിൽ ഇപ്പൊ എന്തുണ്ട്? ഫോണുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു ഫോണില്ല. അതാണ് നിഷേധി. അവൻ കണ്ണുകൊണ്ട് കണ്ടിട്ട് അറിയാം, എന്നാലും പറയുന്നത് എന്താ? അതാണ് നിഷേധി. ഇംഗ്ലീഷിൽ എന്താ പറയാ? ഡിസ്ബിലീവാ. അത് അവിശ്വാസമല്ലേ? ഡിസൊബേയാ, അഗ്രാകുല. നിഷേധികൾക്ക് പറയുന്ന പേര് മുൽഹിദ്. ഒരു മിനിറ്റ്, ഇതുണ്ടോ നോക്കട്ടെ. എത്തിസ്റ്റുകൾക്ക് അങ്ങനെ പറയാം. നിഷേധികളാണ് അവർ. അവർക്കറിയാം അള്ളാഹു ഉണ്ട് എന്നറിയാം, അള്ളാഹുവാണ് സൃഷ്ടാബു എന്നറിയാം, അള്ളാഹുവാണ് മാലിക് എന്നെല്ലാം അറിയാം. എന്നാലും അവരെന്ത് ചെയ്യും? നിഷേധിക്കും. ആർക്കും അള്ളാഹുവിനെ തള്ളിക്കളയാൻ സാധ്യമല്ല. മനസ്സിലായോ? അവിടെ തൗഹീദുർ റുബൂബിയ്യത്ത് ഉള്ള ഒരാള് ശരിക്കും വന്നാൽ എന്തിലെത്തണം? തൗഹീദുൽ ഉലൂഹിയത്തിലെത്തണം. റുബൂബിയത്ത് ആർക്ക് നിശ്ചയിക്കാൻ പറ്റും? അതുകൊണ്ട് ലോകത്ത് വന്ന ഒരു നബിമാരും ജനങ്ങളോട് എന്ത് പറഞ്ഞിട്ടില്ല? ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പ്രസംഗിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടാ? കാരണം ഇതിന്റെ ആവശ്യം അവർക്കില്ല. എന്താ ലാ റബ്ബ ഇല്ലല്ലാഹിന്റെ അർത്ഥം? ഒറ്റ വാക്ക് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹ് അല്ലാതെ വേറെ റബ്ബില്ല, അള്ളാഹു അല്ലാതെ വേറെ റബ്ബില്ല എന്ന് മനുഷ്യന്മാരോട് പറയേണ്ട കാര്യമില്ല. കാരണം അവരുടെ അവിടെ മനസ്സിൽ എന്തുണ്ട്? അള്ളാഹു റബ്ബ് എന്നുണ്ട്. മുസ്ലിമിനും ഉണ്ട്, ഹിന്ദുവിനും ഉണ്ട്, ക്രിസ്ത്യാനിക്കും ഉണ്ട്, യൂതനുണ്ട്, മജൂസിക്കും ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. റബ്ബ് ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് ലാ റബ്ബ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ഒരു നബിയും വന്നില്ല. പക്ഷെ അവർക്ക് വന്ന് പറയേണ്ടി വന്നത് എന്ത് കലിമത്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ജനങ്ങൾ തെറ്റിയത് ഉലൂഹിയത്തിലാണ്. മനസ്സിലായല്ലേ? ഇതൊക്കെ അംഗീകരിച്ചു. അത് അംഗീകരിച്ചിട്ടും അവരെന്ത് ചെയ്തു? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടി, അള്ളാഹു അല്ലാത്തവർക്ക് തവക്കുലാക്കി. അത് പാടില്ല എന്ന് പറയാൻ വേണ്ടിട്ട് ആര് വന്നത്? അംബിയാ മുർസലീങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ജനങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞേ? ചായ പിടിച്ചോ? പിന്നെ നൂഹ് നബിന്റെ ജനതയോട് വന്ന് പ്രസംഗിച്ച പ്രധാനപ്പെട്ട വാക്കെന്താണ്? എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ പറഞ്ഞത്?
ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ നബിയും അല്ല ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത്. ഒരു നബിയും എന്ത് പറഞ്ഞിട്ടില്ല? ഒരു നബിയും അവരുടെ ജനതയോട് എന്ത് പറഞ്ഞിട്ടില്ല? ലാ എന്ത് പറഞ്ഞിട്ടില്ല? അതിന്റെ കലിമത്ത് എന്താ? ലാ റബ്ബ ഇല്ലല്ലാഹ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഒരു നബിയും വന്നിട്ടില്ല. എന്താ ലാ റബ്ബ ഇല്ലല്ലാഹിന്റെ അർത്ഥം? അള്ളാഹു അല്ലാതെ ഒരു റബ്ബുമില്ല. കാരണം പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഓൾറെഡി മനുഷ്യനായി ജനിച്ചവരെല്ലാം അള്ളാഹുവിന്റെ റുബൂബിയ്യത്ത് അംഗീകരിക്കുന്നവരാണ്. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്താ പറയേണ്ടി വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചവർ എന്തിന് തയ്യാറായില്ല? ആ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ തയ്യാറായില്ല. മറിച്ച് അവരെന്ത് ചെയ്തു? അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തു. അപ്പൊ അവരുടെ തൗഹീദുൽ ഉലൂഹിയ്യത്ത് പൊളിഞ്ഞുപോയി. അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? നബിമാരും മുർസലീങ്ങളും ഒക്കെ വന്നു. അതുകൊണ്ടാണ് ലോകത്ത് വന്ന എല്ലാ നബിമാരുടെയും വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായത്. മനസ്സിലായോ? അപ്പൊ തൗഹീദുൽ റുബൂബിയ്യയിലും തൗഹീദുൽ ഉലൂഹിയ്യയിലും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിലും കൃത്യമായി കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അടിയറവ് പറയുക. അതിന് പറയുന്ന പേരാണ് അൽ ഇസ്ലാം. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. രണ്ടാമത്തേത് അൽ ഇൻഖിയാദു ലഹു ബിത്താഅ. അൽ ഇൻഖിയാദു എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. പേരില്ല. ഇത് ബിരിയാണി ഒക്കെ ചട്ടുകില്ലാണ്ട് പോയവനായി പോയല്ലടാ. എന്താ അൽ ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ? അനുസരിക്കുക. ലഹു അവനെ. ആരെ? ആരെ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ പറയാനെന്ത് മടി? അല്ലാതെല്ലാം അനുസരിക്കണ്ടേ? അൽ ഇൻഖിയാദു ലഹു അവനെ അനുസരിക്കുക. ആരെ? അള്ളാഹുവിനെ. ബിത്താഅ നന്മകൾ ചെയ്തുകൊണ്ട്. നന്മ ചെയ്യുമ്പോൾ എല്ലാം അനുസരണമാവുക, തിന്മ ചെയ്താൽ അനുസരണക്കേടാവും. അപ്പൊ നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക. അപ്പൊ ഒരു മുസ്ലിം ആകണമെങ്കിൽ മുവഹിദായാൽ മാത്രം പോരാ, പിന്നെന്തു കൂടി വേണം? അൽ ഇൻഖിയാദു ലഹു ബിത്താഅ. താഅത്ത് എന്താന്ന് മനസ്സിലായോ? താഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അനുസരണയോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നന്മകൾ, അതിനാണ് താഅത്ത് എന്ന് പറയുക. ഒറ്റ വാക്ക് പറഞ്ഞാൽ എന്താ അറിയോ താഅത്ത്? ചോക്കുണ്ടോ? അൽ ഇങ്ങനെ എഴുതേണ്ടത് അൽ ഇൻഖിയാദു ലഹു ബിത്താഅ. ഇങ്ങനെ തന്നെ എഴുതി വെക്ക്. ബിഫിഅലിൽ അവാമിരി അൽ ഇൻഖിയാദു ലഹു ബിത്താഅതി ബിഫിഅലിൽ അവാമിരി വജ്തിനാബി നവാഹി. الانقياد له بالطاعة بفعل الأوامر
واجتناب النواهي. എന്താ പറയാ? വായിച്ച بالطاعة واجتناب بالنواهي. الانقياد له بالطاعة بفعل الأوامر واجتناب النواهي. الانقياد له അവനെ അനുസരിക്കുക, ബിത്താഅതി നന്മകൾ ചെയ്തുകൊണ്ട്. ഗുണ്ട പറഞ്ഞ എഴുതുന്നുണ്ട? ബിത്താഅതി നന്മകൾ ചെയ്തുകൊണ്ട് അവനെ അനുസരിക്കുക. എങ്ങനെയാ നന്മ ചെയ്യേണ്ടത്? ബിഫിഇലി പ്രവർത്തിച്ചുകൊണ്ട്. ബിഫിഇലി എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചുകൊണ്ട്. അൽ അവാമിരി കൽപ്പനകളെ, അള്ളാന്റെ കൽപ്പനകളെ പ്രവർത്തിക്കുക. അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. വജിത്തിനാബി ഒഴിവാക്കിക്കൊണ്ടും. ഇജ്തിനാബ് എന്ന് പറഞ്ഞാൽ അവോയ്ഡാക്കുക. ബിൻ നവാഹി അൻ നവാഹി നിരോധിച്ച കാര്യങ്ങളെ. നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം എന്താ ഇംഗ്ലീഷ് പറയാ? അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടും കൽപ്പിച്ച കാര്യങ്ങളെ ചെയ്തുകൊണ്ടും നന്മകൾ ചെയ്ത് അവനെ അനുസരിക്കുക. മനസ്സിലായോ? ഇതാണ് അൽ ഇൻഖിയാദ്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭാഗം. ഒരാള് തൗഹീദിന്റെ 3 വശങ്ങളും അംഗീകരിച്ച് അള്ളാന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു, ഒരടിമയായി. നീ അല്ലാത്തവരോട് ചോദിക്കൂല, നീ അല്ലാത്തവരുടെ മുമ്പിൽ തലകുണിക്കൂല, നീ അല്ലാത്തവരെ എന്റെ മനസ്സ് കൊണ്ട് നടക്കുകയില്ല. ഒന്നാമത്തെ സ്റ്റെപ്പായി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? എങ്കിൽ ആ റബ്ബ് കൽപ്പിച്ച കാര്യങ്ങളെ ചെയ്യുകയും നിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യണം. അതാണ് അൽ ഇൻഖിയാദു ലഹു ബിത്താഅ ബിഫിഇൽ അവാമിരി വജിതിനാബി അന്നവാഹി. 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അല്ലാഹ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഏതുപോലെ? നിസ്കാരം, പിന്നെയോ നോമ്പ്, സകാത്ത്, സദഖ, ഹജ്ജ്, ഉംറ, ഖുർആൻ ഓതൽ, ദിക്ർ ചൊല്ലൽ. ഇതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? എടാ, ലൈഫിന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഈ പ്രായത്തിൽ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. മലയാളത്തിൽ ഒരു ചൊല്ലാണത്. അത് ചെറിയ പ്രായത്തിൽ ശീലിച്ചത് വലിയ പ്രായമായാലും അങ്ങനെ തന്നെ ഉണ്ടാവും. ഒരാളൊരു മരം നട്ടു. ഗുണ്ടനോട് മുസ്തഫ പറഞ്ഞു, പുതിയ പുരയല്ലേ വരാൻ പോകുന്നു, അപ്പൊ നീ വീട്ടിന്റെ മുമ്പിൽ ഒരു മാവ് നട്. ഗുണ്ട മാവ് തേടിയിട്ട് പോയി നോക്കുമ്പോ അപ്പുറത്തെ പുരക്ക് വലിയൊരു മാവുണ്ട്. അത് പൊരിച്ചിട്ട് കൊണ്ടുപോയി നടുവോ? അത് പൊരിച്ചിട്ട് കൊണ്ടുപോയി നട്ടാ പിന്നെ മുളക്കുവോ? ഇല്ല, അത് കെട്ടുപോകും. പിന്നെ കൊണ്ട് എന്ത് ചെയ്യും? പറയണ, നീ എന്ത് ചെയ്യും? മുസ്തഫ ഒരു മാവ് നടാൻ പറഞ്ഞാൽ നീ എങ്ങനെ നടും? ട്രാൻസ്ലേറ്റ് ചെയ്യൂ.
ഒരു മനസ്സിലായിട്ടാ ചോദിച്ചത്. കൊന്തായിട്ട. മാവ് മനസ്സിലായോ? മാങ്ങര മരം. നിന്റെ ഉപ്പ എന്നോട് പറഞ്ഞു മാങ്ങര മരം നടാൻ. തിരിഞ്ഞ നീ എങ്ങനെ നടും? എന്താ? കുഴിച്ചിട്ട് നടുന്ന എന്താ ചെയ്യാ? ശ്രീരാം പറയണ, നീ എന്ത് ചെയ്യും? നീ എങ്ങനെ നടും? എടുത്തു വന്നിട്ട് നടും. അത്രേ ഉള്ളൂ. വലിയ മരം നടാൻ പറ്റുമോ? ഇല്ല. ചെറുത് നടും. അതിലെന്ത് ചെയ്യും? വലുതാവും. അങ്ങനെയല്ല മരം നടുക. പക്ഷെ നട്ട സ്ഥലം മാറിപ്പോയി. ഗുണ്ടക്കഥ അറിയില്ലല്ലോ, മോനെ അടിച്ചു പൊളിക്കാനല്ലേ അറിയുള്ളൂ. അപ്പോ ഇവിടെ നടാൻ പറഞ്ഞു, ഓനോടെ നട്ട്. അത് വലിയ മരം ആകുന്നതിന് മുമ്പ് മനസ്സിലായാൽ നമുക്ക് പറിച്ചിട്ട് മാറ്റി നടാം, പ്രശ്നമില്ല. വലുതായി കഴിഞ്ഞാലോ മുറിച്ച് ചാടുക, അത്ര തന്നെ, വേറെ വഴിയില്ല. മനസ്സിലായോ? അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം. മാറ്റി നടാൻ വിചാരിച്ചാൽ ഇപ്പം നടണം, അല്ലെങ്കിൽ പിന്നെ കഴിയില്ല. നല്ല ടൈം ടേബിൾ ഉണ്ടാക്കണം ഈ പ്രായത്തില്. തഹജ്ജുദ് ആക്കി നിസ്കരിക്കലുണ്ട്. തഹജ്ജുദ് ആരും എണീക്കില്ല? എണീക്കണം മോനെ. അതാണ് നമ്മളുടെ കഴിവ്. നമുക്ക് അള്ളാന്റെ മുമ്പിൽ നമ്മുടെ ദീൻ തെളിയിക്കേണ്ടത് ഫജറിന് എണീച്ചിട്ടല്ല. ഫജറിന് എണീച്ചല്ലേ പറ്റൂ. ഫജറിന് ഉറങ്ങാൻ നമുക്ക് അനുവാദമില്ല, എണീച്ച് വന്നേ പറ്റുള്ളൂ. കുണ്ടുമണിയൊന്നും ഫജറിന് കാണില്ലേ? ഇല്ല, വരുത്തിട്ട ഇല്ല. എന്താ എണീക്കാത്ത? വയസ്സെത്രയായി? പോവുകയാണ ആരും ബംഗാളി പൗനാണെന്ന് പറഞ്ഞത്. പിന്നെ എത്ര? 14 ആയി. 10 വയസ്സായ അടികൊണ്ട സമയമില്ലേ? എണീക്കണം. ഫജർ നിർബന്ധമായിട്ട് എണീച്ചേ പറ്റൂ. തഹജ്ജുദിന് എഴുന്നേക്കണം 1/2 മണിക്കൂർ മുമ്പ്. അതാണ് നമ്മളെ മാറ്റത്തിന്റെ തുടക്കം. എത്ര മണിക്ക് ഉറങ്ങണം? ഇവ 2 മണിക്ക് അപ്ലോഡ് ചെയ്യല്. പിന്നെ ഉറങ്ങല് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ടൈം 2 മണിയാണ്. നേരത്തെ ഉറങ്ങണം. നമ്മൾ ഒരു ദിവസം തഹജ്ജുദ് തൊട്ട് തുടങ്ങണം. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ ഉപ്പാക്കും ഉമ്മാക്കും നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയോ? നിങ്ങളെ നല്ല ജീവിതമാണ്. നിങ്ങളെ പൈസയൊന്നും ഉപ്പാക്കും ഉമ്മാക്കും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളെ നല്ല ജീവിതം മീൻസ് ദീനുള്ള ജീവിതം. അപ്പൊ ഉമ്മാവും സന്തോഷിക്കാൻ ഏറ്റവും നല്ലത് അങ്ങനെ ജീവിക്കലാണ്. അത് തെളിയിക്കേണ്ടത് തഹജ്ജുദിനാണ്. ഫജറിന്റെ 1/2 മണിക്കൂർ മുമ്പ് എണീക്കണം. നിങ്ങളെ ഫജറിന് ഉപ്പ വിളിക്കാൻ വേണ്ടി വരുമ്പോ നിങ്ങൾ മുസല്ലയിൽ ഉണ്ടാവണം. അതിനാ കഴിവുണ്ട്. അല്ലാണ്ട് ഓടാനും ഫുട്ബോൾ കളിക്കാനും ഷട്ടിൽ ബാറ്റ് കളിക്കാനും ഒന്നല്ല. കഴിവ് വേണ്ടത് അവിടെയാണ്. ഫോണില്ലേ എല്ലാവർക്കും? അലാറം വെക്കലില്ലേ? രാവിലെ 3 മണിക്കാണ് ടൂർ പോകാനുള്ള ബസ് വരിക. ഗുണ്ട എത്ര മണിക്ക് എണീക്കും? അതിനോ ഉറങ്ങിയിട്ട് വേണ്ട എണീക്കാൻ. അത് ഉറങ്ങാനില്ലല്ലോ രാത്രി. എത്ര മണിക്ക് എണീക്കും? 2 മണിക്ക് എണീക്കൂലേ? 2 മണിക്ക് നല്ല നെട്ടിക്കൊണ്ടിരിക്കും. ഉറക്കം ശരിക്കും വരൂല. അതെന്തുകൊണ്ടാ? ആ പോകുന്നതിനോട് നമ്മളെ മനസ്സിനുള്ള കണക്ഷനാണ്. നമുക്ക് ഉറക്കം വരൂല. അതെന്നായിരിക്കും മെയിൻ്റെ കളിക്കുക. 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ റെഡിയായി പാക്ക് ചെയ്ത് കാത്തു വെക്കുന്നുണ്ടാവും. ബസ് വന്ന് കയറി അന്ന് ഖലാസ്. അതേ ഒരു ആഗ്രഹം നിസ്കാരത്തിനോടുണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കും. നമുക്ക് ഉറക്കം വരൂല, പക്ഷെ ആഗ്രഹം വേണം. കപടത പാടില്ല. തഹജ്ജുദ് നിസ്കാരം പതിവാക്കണം എന്ന നല്ല നീയത്തും വെച്ചിട്ടാ കിടക്കുന്നതെങ്കിൽ
അരമണിക്കൂർ മുമ്പ് നമ്മൾ കണ്ണ് തുറന്നിരിക്കും. തുറന്നാൽ ചാടി എണീച്ചോളണം. പിന്നെ ഉറങ്ങിയാൽ പോയി. അങ്ങനെ ദിവസം തുടങ്ങണം. അത് ഇപ്പോഴേ ശീലിക്കണം. കുറച്ചും കൂടെ ആവട്ടെ, വലുതാവട്ടെ. വലുതാവുന്ന എത്തിയ ഉറപ്പ്. ജീവിതം ഇനി അങ്ങോട്ടുണ്ട്, നമുക്കൊരു ഉറപ്പ് വേണ്ടേ? അതുകൊണ്ട് ഉള്ള സമയത്ത് എന്ത് ചെയ്യണം? അത് സ്റ്റാർട്ട് ചെയ്യണം. ഇനി അഥവാ ഉറങ്ങിപ്പോയി എന്ന് വെച്ചോ, ഫജറിന് നിർബന്ധമായും പള്ളിയിലുണ്ടാവും. എല്ലാവർക്കും വണ്ടിയില്ല വീട്ടില്. ഗുണ്ടുമണിക്കുള്ള പിന്നെ 10 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വരണം പള്ളിയിലേക്ക്. അതുകൊണ്ട് അവൻ വരാത്തത്. വരാൻ വിചാരിച്ച ഇപ്പൊ എല്ലാവർക്കും വരാൻ പറ്റൂലേ? ജിമ്മന്റെ ഉപ്പ വരുത്തുണ്ട്, എന്നാലും കുറവാണ്. ഗുണ്ടന്റെ ഒപ്പം വരും. ഗുണ്ടിപ്പം വരണ്ടല്ലോ, ഇപ്പുറത്തെ ബാക്കിൽ തന്നെ ഉള്ളതല്ലേ. ഗുണ്ടുമണിക്ക് വണ്ടി വർത്താൻ പറഞ്ഞോ അവന്റെ പെറുക്കി കേൾക്കും. ബഷീർശാല മോനോ കണ്ടിട്ട് കുറെ ആയല്ലോ, എവിടെയാണങ്ങ്? സുബിക്ക് വരുത്തണ്ട, ഉപ്പ വിളിക്കണ്ട, എന്നിട്ടും വരുത്തില്ല. ഈ ഭയങ്കര ഉപ്പ വിളിച്ചിട്ടും വരുന്നില്ലേ? പലപ്പം വരണം. ഇവനോ എന്റെ പൊരയുടെയാ? കുക്കൂടെ? എവിടെ? ഉപ്പാടെ പേരെന്താ? ആരാ അത്? അസീസ്. ആ, നമ്മളെ പാവപ്പെട്ട മനുഷ്യൻ. മാഷാ അല്ലാഹ്. ആരോടും മുണ്ടൂല, ഫുൾ സൈലന്റ് ആണ് ഉപ്പ. നീയോ? നേരെ ഉൾട്ടേക്കും ചിലപ്പോ. അവന്റെ ഉപ്പയും വരുത്തുണ്ട്, ഫജറിന് വരുത്തുണ്ട ഉപ്പ. നീ കാണണ്ട? ഫജറിന് വരുന്ന കാണുന്നുണ്ടോ? പഠിപ്പിക്കലുണ്ട്. പിന്നെന്താ വരാത്ത? വരണം, ഫജറിന് വരണം. ഓൻ വരുത്തുണ്ടോ അല്ലേ? മോനോ ഫജറിനുണ്ടല്ല? ഉണ്ടെന്നാ ഇല്ലാന്നാ? ശരിയാണോ? ഇടയില്. നീയോ? മോന് പിന്നെ കുറെ ദൂരമുണ്ട്, വണ്ടി പിടിച്ചിട്ട് വരണം, നല്ല എത്തും. നീ ഉണ്ടായില്ല. ഉപ്പ വണ്ടിയിലല്ലേ വരുത്ത്. നിന്റെ ഉപ്പ ഇല്ലെങ്കിൽ എന്നെ കൊണ്ടുവരും. ശ്യാമനുണ്ടായിട്ടുണ്ട്, വിശാല്. നിങ്ങളെ പോലെ എവിടെയാ? കുറെ ദൂരെയാ? ആ ആ ആ, വണ്ടിയുണ്ടോ? പിന്നെന്താ, വരുത്തുണ്ടാ? ചേടാ വന്നൂടെ? നീയോ പൊരേടെയാ? എവിടെ? അല്ല, എന്താ പേര് പറഞ്ഞ? കോയിയാ? കൊയിലോസ് വൈവസ് ഹോസ്പിറ്റലിനടുത്ത്. കോയി ഹൗസ്. കോയി ഹൗസ്. നീ ഭയങ്കര കോയിയാ? നമ്മുടെ നാട്ടിൽ കോയി എന്ന് പറഞ്ഞാൽ അറിയോ? ആരാ? പെമ്പിള്ളേരുടെ ബാക്കിൽ നടക്കുന്നതാണ് കോയി. അതിന് നീ കോയി ഹൗസ് എന്നാ വരുന്നത്. അപ്പൊ എല്ലാവർക്കും വരാൻ പറ്റും. ഫജറിന് വരണം. പള്ളിയിൽ നിങ്ങളെ ഫജറിന് കാണണം. കിടക്കുമ്പോ ഉപ്പാനോട് പറയണം, പോകുമ്പോ എന്നെ വിളിക്കണം, ഞാനും പള്ളിയിലേക്ക് ഉണ്ട്. നിർബന്ധമായില്ലടാ. 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടി കൊടുക്കണം. ആണുങ്ങൾ നിസ്കരിക്കേണ്ട എവിടെയാ? കൂടുതൽ അതിന് പൊമ്പിള്ളറുണ്ടാ? ഇല്ലല്ലോ. പള്ളിയിൽ നിർബന്ധമായിട്ട് വന്നേ പറ്റൂ. അതുകൊണ്ട് ഫജറിന് എന്തായാലും വരണം, നിർബന്ധമായിട്ട് വരണം. സ്കൂളിൽ എത്ര മണിക്കാ പോണ്ടേ? 10 മണിക്കാ? ആ, ഡിഗ്രി സ്കൂളിലോ 8:30. എന്നാലും ടൈമുണ്ട്. ഫജറിന് വന്ന് നിസ്കരിച്ച് ക്ലാസ്സും കേട്ട് അവിടെ ഇരുന്ന് ഖുർആൻ ഓതി ഇശാക്ക് നിസ്കരിച്ചിട്ടേ പോകാവൂ. ഇതിനെ എപ്പ നമ്മൾ ശീലിക്കുക? മരിക്കണ്ട. എന്ത് തമാശ പറഞ്ഞാലും എന്ത് കളിച്ചാലും ചിരിച്ചാലും ലൈഫില് ഈ പ്രായം കഴിയും. ചിലപ്പോൾ മരിച്ചു പോവുകയും ചെയ്യും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മരിക്കൽ ഉറപ്പുമാണ്. ചെയ്യാനുള്ളത് ആ സമയത്ത് നമ്മൾ ചെയ്തേ പറ്റൂ. പിന്നെ ദുഃഖിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് ചെയ്യണം. ശീലിക്കണം, നമ്മൾ ശീലിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് നാളെ തൊട്ട് ഫജറിന് എല്ലാവരും വരണം.
അല്ലെങ്കിൽ ഉപ്പമാരോട് അങ്ങോട്ട് പറയണം. നിങ്ങളെ ഏകദേശം ഉപ്പമാരൊക്കെ വരുന്ന ആൾക്കാരാണ്. നിന്റെ ഉമ്മ എന്തായാലും എണീക്കൂലേ? ഉണ്ടല്ലേ? ഉറപ്പ്. അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. നല്ലൊരു ഉമ്മയാണ് അവന്റെ ഉമ്മ. അങ്ങോട്ട് പറയണം ഉപ്പാനോട്, പോകുമ്പം എന്നെ കൂട്ടിയിട്ടേ പോവാവുള്ളൂ. നിർബന്ധമായിട്ട് വരണം. നിങ്ങളിപ്പോ അഖീദ പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, ദീൻ പഠിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആളുകൾക്കിടയിൽ, ഇവിടുത്തെ കുട്ടികൾക്കിടയിൽ അള്ളാഹു എന്തായാലും എന്തോ ഒരു കാര്യം കൊണ്ട്, ചിലപ്പോ നിങ്ങളെ ഉപ്പയും ഉമ്മയും ചെയ്യുന്ന നന്മ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് വന്നിരിക്കാൻ പറ്റുന്നു. അല്ലാണ്ട് ഇത് കഴിയൂല. നമ്മൾ ദീനല്ലേ പറയുന്നത്. ഇവിടെ വേറെ എന്തെങ്കിലും കുംഫോ കരാട്ടയൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് ആർക്കും വരാം. പക്ഷെ ദീൻ പഠിക്കാൻ ആർക്കേ വരാൻ പറ്റൂ? തൗഫീക്ക് കിട്ടിയവനെ വരാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അള്ളാഹ് തൗഫീക്ക് തന്ന സ്ഥിതിക്ക് നന്ദി കാണിച്ചേ പറ്റുള്ളൂ. ആ നന്ദി നാവുകൊണ്ട് പറയാനല്ല, നന്ദി കാണിക്കേണ്ടത് അള്ളാഹു ചെയ്യാൻ പറഞ്ഞു ചെയ്തിട്ടാണ്. അതിൽ ഏറ്റവും ആദ്യം ഫജ്ർ നിസ്കാരം ജമാഅത്തായിട്ട് പള്ളിയിൽ വരണം. വണ്ടിയൊക്കെ ഉള്ളവരും വരാണ്ടിരുന്നാൽ അത് ഭയങ്കര നന്ദികളെ ഇപ്പൊ വന്നാലും. ശരിക്കും പറഞ്ഞാല് ഫജ്ർ നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി എന്തിനാണ് ഈ ചെറുപ്പക്കാരെന്നും പറഞ്ഞ് ചാടി ഒരുമിച്ച് നടക്കുന്നത്? പിന്നെ എന്ത് കൂറ നമുക്ക് അള്ളാഹിനോടുള്ളത്? നാളെ ആഖിറത്തില് നമ്മളെ നിഅമത്തുകൾ ഉണ്ടല്ലോ, അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ, അതിനെപ്പറ്റി ചോദിക്കും. അതെന്താ ചോദിക്കാന്നറിയോ? അലം നസിഹ ലക ജിസ്മക്, ഞാൻ നിനക്ക് നിന്റെ ശരീരം ആരോഗ്യമുള്ള ശരീരമാക്കി തന്നില്ലേ, എന്നിട്ട് നീ എന്തു ചെയ്തു? എന്താ പറയാ? അള്ളാഹിനോട് ഉറങ്ങിപ്പോയിന്നാ, അല്ല മടി പിടിച്ചു എന്നാ? എന്ത് പറയാ അള്ളാഹിനോട്? അള്ളാഹു കാക്കട്ടെ, തന്ന ആരോഗ്യം അള്ളാഹു എങ്ങാനും തിരിച്ചെടുത്താലോ? എന്തായാലും ചോദിക്കുന്നു, നീ എണീക്കുന്നില്ല, പള്ളിയിലേക്ക് നടന്നു വരുന്നുള്ള, എന്നാ പിന്നെ എനിക്ക് കാല് വേണ്ട എന്നുള്ളത് തീരുമാനിച്ച കഴിഞ്ഞില്ലേ? ആർക്കാ പിന്നെ കാല് തരാൻ പറ്റുക? പിന്നെ നമുക്ക് തമാശ കളിക്കാൻ പറ്റുമോ? ചിരിക്കാൻ പറ്റുമോ? കളിയാക്കാൻ പറ്റുമോ? കിബിറണിക്കാൻ പറ്റുമോ? കാല് വേണ്ട, ഒരു വിരല് പോയാൽ മതി. ഈ വിരലില്ലേ, ഇതില്ലെങ്കിൽ ഈ കൈ കൊണ്ട് ഒരു ഉപകാരമില്ല. ഈ തള്ള വിരൽ പോയാൽ ഈ കൈ കൊണ്ട് ഒന്നും പിടിക്കാനും ഒന്നും കഴിയില്ല. ഇത് പോയാൽ ഇതെല്ലാം ഉണ്ട്. നല്ല ജിമ്മന്മാരുണ്ട്, നല്ല ഉഗ്ര മനുഷ്യന്മാരുണ്ട്. എന്നിട്ടും വരാൻ കഴിയുന്നില്ലെങ്കിൽ നന്ദി കടായി പോകും. എല്ലാവർക്കും ഫോണും ഉണ്ട്. അവന്റെ ഉപ്പാനെ കറക്റ്റ് ഉണ്ടാവും. കൊണ്ടുപോണ ഉപ്പ എല്ലാവർക്കും വരും. മാഷാ അല്ലാഹ്. കുറച്ച് താടി വെക്കാൻ പറയണ്ട ഉപ്പാനോട്. അതുകൊണ്ട് ഫജ്ർ ഒരു ആദത്താക്കി മാറ്റുക, ശരീരത്തെ ശീലിപ്പിക്കുക. ഒരാഴ്ച ഉണ്ടാവും ഒരു ബുദ്ധിമുട്ട്. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നഫ്സ് കിടക്കൂല, അങ്ങ് എണീച്ചിട്ട് വരും. ടൈം ആകുമ്പോ അറിയാണ്ട് നമ്മൾ എണീച്ചിട്ട് വന്നോളൂ. അതുകൊണ്ട് ഈ ഹദീസ് കേൾക്കുന്ന, അഖീദ പഠിക്കുന്ന, അള്ളാഹിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങള് പള്ളിയിൽ കാണുന്നില്ലെങ്കിൽ പിന്നെ അതിനൊരു അർത്ഥമില്ല, അതിനൊന്നൊരു സന്തോഷമില്ല. അതുകൊണ്ട് ഫസ്റ്റ് സഫിൽ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ബീദനില്ല. അള്ളാഹു സഹായിക്കട്ടെ. ഇസ്റാഖും കഴിഞ്ഞിട്ട് എണീച്ച് പോകാൻ പാടുള്ളൂ. കൊണ്ട് ഓടാൻ പാടില്ല. അവിടെ ഇരിക്കുക, ദിക്ർ ചെല്ലണ്ടറാ. എന്തി പറയുന്നു? വർത്താനം പറയാൻ വേണ്ടി എത്ര സമയം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? മൊബൈലിൽ എത്ര മണിക്കൂർ ഉപയോഗിക്കും? ഒരു ദിവസം എത്ര സമയം യൂസ് ആക്കി എന്നുള്ളത് കാണാൻ പറ്റൂലേ? നോക്കി നോക്കി എത്ര മണിക്കൂർ യൂസ് ആക്കിയിട്ടുണ്ടാവും. ദിക്റോ? ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് നേടും? വയസ്സിങ്ങനെ പോവും, ആയുസ്സിങ്ങനെ പോവും. പക്ഷെ എന്ത് നേട്ടം ഉണ്ടാവും? സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം അവിടെ ഇരുന്നിട്ട് പറയണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം 100 പ്രാവശ്യം പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 പ്രാവശ്യം പറയണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറഞ്ഞാൽ 100 തിന്മകൾ മായ്ക്കും, 100 പാപങ്ങൾ പുറത്തുതരും, 100 ദറജ ഉയർത്തിത്തരും. വേറെ ഹദീസിലുള്ളത് കടലിലെ തിരമാലയോളം തിന്മകൾ ഉണ്ടെങ്കിലും അല്ലാഹു മാപ്പാക്കി തരും. 5 മിനിറ്റ് മതി സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം പറയാൻ. അവിടെ ഇരുന്ന് പറയണം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 പ്രാവശ്യം പറഞ്ഞു. നമ്മൾ എത്ര പറയണം?
ഫോൺ നമ്മൾ എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം കേൾക്കുന്നു അല്ലേ? സിനാനെ, നീ എത്ര പെമ്പിളറെ നോക്കണ്ട സ്കൂൾ പോയാല് ഇല്ലേ? മാഷാ അല്ലാഹ്. എന്തെല്ലാം പറയും നമ്മൾ. തെറി വിളിക്കുക, ചീത്ത വാക്ക് പറയുക, അനുസരണക്കേട് കാണിക്കുക. എത്ര ഇസ്തിഗ്ഫാർ പറയണം. നമ്മളൊരു ദിവസം തുടങ്ങുന്നത് അള്ളാഹിനോട് മാപ്പ് ചോദിച്ചിട്ടായിരിക്കണം. അള്ളാഹ് ചെയ്യാൻ ചെയ്തിട്ടായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു പറഞ്ഞാലോ 100 പ്രാവശ്യം പറഞ്ഞാൽ ആ ദിവസം നമ്മളെ ശൈത്താൻ പിടിക്കേയില്ലെന്ന്. മോശമായ കാര്യങ്ങൾ ചെയ്യാൻ ആ ദിവസം ശൈത്താൻ നമ്മളെ തോന്നിപ്പിക്കേയില്ല. അങ്ങനെ വേണം ഒരു ദിവസം തുടങ്ങാൻ. എന്നിട്ട് 2 റക്അത്ത് ഇശ്റാഖ് നിസ്കരിച്ചിട്ട് യാ അല്ലാഹ് ഖലാസ് കഴിഞ്ഞു. എത്ര സന്തോഷമുണ്ടോ. നമുക്ക് മനസ്സിനൊരു റാഹത്തുണ്ടാവും. ഒരു നന്മ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം. അത് ഈമാന്റെ അടയാളമാണ്. ഒരു നന്മ ചെയ്ത് കഴിയുമ്പോൾ ആ നന്മ നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഈമാന്റെ അടയാളമാണ്. അങ്ങനെ ഒരു ദിവസം തുടങ്ങി നോക്കി. 5 നേരത്തെ നിസ്കാരം നാട്ടിലുള്ളപ്പോ, സ്കൂളിലോ കോളേജിലോ അല്ലാത്തപ്പോ, വീട്ടിലുള്ളപ്പോ ജമാഅത്തിന് കൃത്യമായിട്ട് പള്ളിയിൽ വരണം. അതൊന്നും ആരും പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു പോയി. 10 വയസ്സാർക്ക് എങ്ങനെ ഉണ്ട് ഇവിടെ? നിങ്ങൾക്ക് എത്രയാടാ? 15 വയസ്സായ പിടിച്ച് വലിച്ച് നീളം വെക്കണോ? അവനെ നീളമില്ല. ഗുണ്ടക്ക് എത്ര വയസ്സായി? 17 വയസ്സായ? പ്രായപൂർത്തിയായ? വളരെ ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ആരും പറയണ്ട. നമ്മള് സ്വയം എല്ലാം അറിഞ്ഞ് ചെയ്യേണ്ട പ്രായമായി. അതുകൊണ്ട് നാളെ സുബഹി തൊട്ട്, ഫജ്ർ തൊട്ട് ഇൻഷാ അല്ലാഹ് അതങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലേ ഈ ഹദീസെല്ലാം ഉപകാരപ്പെടുള്ളൂ, പഠിക്കുന്ന ഉപകാരപ്പെടുള്ളൂ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിൽ നിൽക്കാത്തതെന്ന് അറിയാം. ഇൽമ് ഹിഫ്ള് നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഭാഗത്ത് നന്മകൾ ചെയ്യണം, മറ്റേ ഭാഗത്ത് നിന്ന് തിന്മകൾ ഒഴിവാക്കണം. തിന്മകൾ ഉണ്ടെങ്കിൽ പഠിച്ചൊന്നും മനസ്സിൽ നിൽക്കില്ല. പാപികൾക്ക് അള്ളാഹു അത് അവരുടെ മനസ്സിൽ കൊടുക്കൂല. ആ അവസ്ഥയിലായി പോയിരുന്നു. എന്നാ മനസ്സിലായല്ലോ. അള്ളാഹു നല്ല തൗഫീഖ് തരട്ടെ. ബാക്കി ക്ലാസ്സുകൾക്ക് ഇൻഷാ അല്ലാഹ്.